JPS ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മഹാലക്ഷ്മി വീട്ടിൽ സ്വർണ്ണമഴ പെയ്യിക്കുന്ന അക്ഷയ തൃതീയയെക്കുറിച്ചാണ്. കുറെ കാലമായി എന്തോ വലിയ മഹത്തായ കാര്യമാണ് എന്ന നിലയിൽ അക്ഷയ തൃതീയയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകി വരുന്നു. ഈ ദിവസം മഹാലക്ഷ്മി കനിഞ്ഞ് അനുഗ്രഹിച്ച് സകല പ്രയാസങ്ങളും മാറ്റി സ്വർണ്ണ തിളക്കം നൽകുന്ന ജീവിതം നൽകുമെന്നാണ്. ഇനി എന്താണ് അക്ഷയ തൃതീയ എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വിശകലനം നടത്തും. അതിലെ ശരിയും തെറ്റും എത്രത്തോളമുണ്ട്, ഇതെന്നാണ് പ്രചാരത്തിലെത്തിയത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ക്രിസ്തു വർഷം കലണ്ടർ അനുസരിച്ച് ഇപ്പോൾ 2025 എല്ലാവർക്കും അറിയാം. അതുപോലെ മാസം ഏപ്രിൽ മാസമാണെന്നും അറിയാം. അപ്പോൾ ക്രിസ്തു വർഷം അനുസരിച്ച് അതിൻ്റെ മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന 12 മാസങ്ങളുടെ പേരോടുകൂടി. ഇതെല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല, ഏതാണ്ട് 95% ആൾക്കാരും ഫോളോ ചെയ്യുന്നത് ഈ ക്രിസ്തുവർഷ കലണ്ടർ തന്നെയാണ്. അത് കഴിഞ്ഞ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് കൊല്ലവർഷം. അപ്പോൾ കൊല്ലവർഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കൊല്ലവർഷം തുടങ്ങുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം മുതലാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഇങ്ങനെയുള്ള 12 മാസങ്ങളെ അനുസരിച്ച് കൊല്ലവർഷം ഫോളോ ചെയ്തു. അപ്പോൾ കൊല്ലവർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രധാന ദിവസങ്ങൾ പലപ്പോഴും ക്രിസ്തുവർഷ കലണ്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കൊല്ലവർഷം അനുസരിച്ച് പഞ്ചാംഗം രൂപപ്പെടുന്നത്. ഓരോ വിശേഷ ദിവസങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഏത് ദിവസമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ കൊല്ലവർഷ പഞ്ചാംഗത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അതായത് തിരുവോണം എന്താണ്, വിഷു എന്താണ്, ശിവരാത്രി എന്താണ്, മകരവിളക്ക് എന്താണ്, തൃശ്ശൂർ പൂരം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ക്രിസ്തുവർഷ കലണ്ടറിൻ്റെ പുറകെ പോയിട്ട് അറിയാൻ പറ്റത്തില്ല. കാരണം അത് ജനുവരി, ഫെബ്രുവരി മുതലായ 12 മാസങ്ങളിലെ സ്ഥിരമായ തീയതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യദിനം എന്നാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനം എന്നാണ്, ക്രിസ്മസ് എന്നാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആചാരപരമായ ഇത്തരം കാര്യങ്ങൾ കൊല്ലവർഷം കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ പഞ്ചാംഗം അനുസരിച്ച് മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാം. ഈ പറയുന്ന 2 കലണ്ടറിലും അല്ലെങ്കിൽ 2 വർഷങ്ങളിലും ഈ അക്ഷയ തൃതീയ വരുന്നില്ല. അപ്പോൾ അക്ഷയ തൃതീയയെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് ശകവർഷം അനുസരിച്ചുള്ള കാര്യമാണ്. ശകവർഷം ഇപ്പോൾ 1947 വർഷം. ഈ ശകവർഷത്തിലെ 12 മാസങ്ങളെന്ന് പറയുന്നത് ചൈത്രമാസം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, അശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം, ഇങ്ങനെ പറയുന്ന 12 മാസങ്ങളാണ്. ഞാനിത് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശകവർഷ മാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ശകവർഷം ഇപ്പോൾ എത്രാമത്തെ വർഷമാണെന്നതിനെ കുറിച്ചോ സാധാരണ ജനങ്ങൾക്കിടയിലും ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളാരും അതിനെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല. കാരണം ഇത് ഏത് മാസമാണ് എന്ന് ചോദിച്ചാൽ, സാമാന്യപ്പെട്ട എല്ലാവരും പറയും ഒന്നുകിൽ ഏപ്രിൽ മാസമാണ് അല്ലെങ്കിൽ മേടമാസമാണ്. ഈ 2 മാസത്തെ സംബന്ധിച്ച്, അതായത് ക്രിസ്തുവർഷ കലണ്ടർ അനുസരിച്ചുള്ളതും അതുപോലെ കൊല്ലവർഷ പഞ്ചാംഗം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾക്കറിയാവൂ. നമ്മൾ അതാണ് സ്വീകരിക്കുന്നതും ആചരിക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പം ഇതൊന്നുമല്ലാത്ത ഈ ശകവർഷത്തിൻ്റെ കാര്യത്തിൽ ഈ 12 മാസങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തൃതീയ ദിവസമാണ്. അതായത് 3-ാമത്തെ പക്കം. ഇതിനെയാണ് അക്ഷയ തൃതീയ എന്ന രീതിയിൽ ഇന്ന് വലിയ പ്രചാരം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ അക്ഷയ തൃതീയ എന്നായിരുന്നു അല്ലെങ്കിൽ എന്നാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ 2025 ഏപ്രിൽ മാസം 30-ാം തീയതി ബുധനാഴ്ച, അഥവാ മേടം 17 ബുധനാഴ്ചയാണ് ഈ തൃതീയ തിഥി വരുന്നത്. വൈശാഖ മാസവുമാണ്. അതുപോലെ തന്നെ തിഥി വരുമ്പോൾ 3-ാമത്തെ ദിവസവുമാണ്, അതായത് തൃതീയ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഈ ദിവസം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്വർണം വാങ്ങാനും സ്വർണം വാങ്ങി
നമുക്കിഷ്ടമുള്ള ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അതുപോലെ താല്പര്യമുള്ളവർക്കോ ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സൂക്ഷിക്കാനോ ആണ്. അപ്പം ഈ ദിവസം സ്വർണം വാങ്ങിയാൽ വീട്ടിൽ സ്വർണ്ണമഴ പെയ്യുന്നത് പോലെയുള്ള പരസ്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ വാസ്തവമൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പണ്ട് കാലത്ത് ഈ പറയുന്ന അക്ഷയതൃതീയ ദിവസമൊന്നും ആരും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. ഒരു 15-20 വർഷമേ ആയി കാണത്തുള്ളൂ ഇതിന് വലിയ പ്രചാരം കിട്ടിയിട്ടും ഇങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിച്ചു. അപ്പം ഈ ദിവസത്തെക്കുറിച്ച് വലിയ പ്രചാരം നടത്തിയതും ഇതൊക്കെ തന്നെ ജുവലറിക്കാരാണ് എന്നുള്ളതാണ്. അത് അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. കാരണം ബിസിനസ് പരമായിട്ട് ഏറ്റവും നല്ല ദിവസമാണെന്നും ഈ ദിവസം സ്വർണം വാങ്ങിച്ചാൽ വീട്ടിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുമെന്നും അതൊരിക്കലും നഷ്ടപ്പെടത്തില്ലെന്നും സ്വർണം ഇങ്ങനെ കുമിഞ്ഞുകൂടി വരും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തതും ഈ വ്യവസായ ലോബി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 15-20 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ പഞ്ചാംഗങ്ങളിലോ കലണ്ടറിലോ ഒന്നും തന്നെ ഈ പറയുന്ന വൈശാഖ മാസത്തിലെ തൃതീയ ദിവസം അക്ഷയ തൃതീയായിട്ട് എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് സാധാരണ നമ്മളിപ്പോൾ ഒരു 15 രൂപയോ 10 രൂപയോ 25 രൂപയോ കൊടുത്ത് എവിടെയെങ്കിലും പോയി ഒരു പഞ്ചാംഗം മേടിച്ചാൽ ഓരോ മാസത്തെയും വിശേഷ ദിവസങ്ങൾ കാണും. എന്നാൽ പഴയ പഞ്ചാംഗങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ അതിലും ഈ വിശേഷ ദിവസങ്ങളിൽ ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു സംഭവയെ കാണിച്ചിട്ടേ ഇല്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ കുറേ വർഷങ്ങളായിട്ട് പഞ്ചാംഗത്തിലും കലണ്ടറിലും ഒക്കെ ഈ പറയുന്ന ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും കേട്ടാൽ അത് പറയുന്ന ആ സമയം തന്നെ അതിനെക്കുറിച്ച് പെട്ടെന്ന് ഒരാവേശം കൊള്ളും. അതായത് അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിച്ചാൽ വീട്ടിൽ ദാരിദ്ര്യം മാറി സമ്പത്ത് വരും. ഇതാണ് അതിൻ്റെ ഒരു വിവരം സാധാരണക്കാരിൽ എത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ് സ്വർണം വാങ്ങിക്കാനും സൂക്ഷിക്കാനും എന്നുള്ളതിൽ. അപ്പം അങ്ങനെ അതൊരു വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്ന പ്രചാരത്തിലിരിക്കുന്ന ആചാരമായിട്ടാണ് ഇന്ന് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടാത്ത പലരും കാണും. അവര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നല്ല സുന്ദരൻ കമൻ്റ് ഇടും എന്നുള്ളതും എനിക്കറിയാം. അതിലൊന്നും ഞാൻ ഭയക്കുന്നില്ല. കാരണം സത്യസന്ധമായി കാര്യങ്ങളെ മറ്റുള്ളവരിൽ അറിയിക്കുക എന്നതാണ് എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. കാരണം അത് എത്ര പേര് കാണുന്നു, എത്ര പേര് അതിനെ അനുകൂലിക്കുന്നു, എതിർക്കുന്നു എന്നുള്ളതൊന്നുമല്ല. പഴയ ആൾക്കാർ ചോദിച്ചാൽ അറിയാം അക്ഷയ തൃതീയ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. ഇപ്പോഴാണെന്ന് വരികിൽ എന്താണ് ഈ അക്ഷയ തൃതീയ എന്ന് ചോദിച്ചാലും ആർക്കും അറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു ദിവസം ഉണ്ടെന്നും അത് സ്വർണം വാങ്ങിക്കാനൊക്കെ ഏറ്റവും നല്ല ദിവസമാണെന്നും മാത്രം അറിയാം. മേടിച്ചു വെച്ചാൽ വീട്ടിൽ സ്വർണം കുമിഞ്ഞു കൂടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇനി അതിപുരാതന കാലത്തെങ്ങാനും ചിലപ്പോൾ ഈ അക്ഷയ തൃതീയ, അതായത് കൊല്ലവർഷമോ ക്രിസ്തുവർഷമോ ഒക്കെ ആചരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പക്ഷേ ശകവർഷം വളരെ പ്രധാനമായിട്ട് ഇരുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ദിവസത്തിന് എന്തെങ്കിലും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് സ്വർണം വാങ്ങിക്കാനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസം ഏതാണ്? നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നു. ഒന്നുകിൽ ഒരു പാല് കാച്ച്, അല്ലെങ്കിൽ ഒരു വീട് പണി ആരംഭിക്കുന്നു, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം, അല്ലെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എഴുത്തിനെഴുത്തുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേക ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ പ്രത്യേക ദിവസങ്ങൾ ഏതാണ് നല്ലത്, ഏത് ദിവസമാണ് ഇതിൽ ഏറ്റവും ഉത്തമം, അതിൽ ഏത് സമയമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. അത് നമ്മൾ ആരോടെങ്കിലും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ നോക്കുന്നു, അതിന് കൊള്ളാവുന്ന ഒരു ദിവസം എടുക്കുന്നു. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ശുഭകാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് ശുഭസമയത്ത് ചെയ്താൽ ശുഭമായിരിക്കും ഫലം എന്നുള്ളതിൻ്റെ വിശ്വാസം അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിപ്പിക്കുന്ന പുരാതനമായ ഒരു ഗ്രന്ഥമാണ് മുഹൂർത്ത പദവി എന്നുള്ളത്. ജ്യോതിഷം പഠിക്കുന്നവരും അതുപോലെ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ 16 ഭാഗങ്ങളുണ്ട്. ഗോളം, ഗണിതം, മുഹൂർത്തം, പ്രശ്നം, ജാതകം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ മുഹൂർത്തം എന്ന് പറയുന്ന ഏറ്റവും നല്ല സമയം നിശ്ചയിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് മുഹൂർത്ത പദവി. അതുപോലെ കാലവിധാനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും സാധാരണഗതിയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ സൂചിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്.
അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 2025 അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 30 ബുധനാഴ്ചയായിരുന്നു. അതിൻ്റെ മഹത്വവും പറഞ്ഞിട്ടുള്ള പല വീഡിയോയും യൂട്യൂബ് നിങ്ങൾ കണ്ടു കാണും. കാരണം അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. മഹാലക്ഷ്മി അനുഗ്രഹിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു ധാരാളം വീഡിയോ കണ്ടു കാണും. ഇത് കണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് ഈ അക്ഷയ തൃതീയയുടെ ദിവസം ഈ പറയുന്ന ഏപ്രിൽ 30 പലരും പോയി എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കാണും. കാരണം അതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വിശ്വാസമാണ്. അതിൻ്റെ സത്യസന്ധതയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മുഹൂർത്ത പദവിയിൽ പറയുന്നത് കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് ക്രയവിക്രയം. നമ്മളിപ്പോൾ സ്വർണ്ണമായാലും പണമായാലും എന്ത് സാധനമായാലും നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ, അത് ലോണായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ആരെങ്കിലും വന്ന് നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ സ്വർണ്ണമോ പണമോ വല്ലതും മറ്റൊരാൾക്ക് ദാനം ചെയ്യുക, അതായത് കടമായി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലിനെ സംബന്ധിച്ച് മുഹൂർത്ത പദവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്ലോകമൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല, അതിൻ്റെ മീനിങ് പറയാം. ബുധനാഴ്ചയും ശനിയാഴ്ചയും സ്വർണം മുതലായ സാധനങ്ങളും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെല്ല് മുതലായ ധാന്യങ്ങളും, കാർത്തിക, ഉത്തരം, മൂലം, മകം, ചിത്തിര, രേവതി ഈ പറയുന്ന നക്ഷത്ര ദിവസങ്ങളിൽ യാതൊന്നും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കൊടുക്കൽ വാങ്ങൽ പാടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണം, അതുപോലെ ധാന്യങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും മറ്റൊരാൾ വന്ന് കടം ചോദിക്കുമ്പോൾ തിരിച്ച് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിശന്ന് വലഞ്ഞ് കയറി വരുന്ന ഒരാൾക്ക് ഇച്ചിരി ചോറ് തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കരുതെന്നൊന്നുമല്ല ഇതിൻ്റെ. അപ്പം ധാന്യങ്ങൾ, സ്വർണം മുതലായവ തിരിച്ചു കൊടുക്കേണ്ടതായി വരുന്ന സാധനം ഏതായാലും ലോണായാലും അത് ഈ പറയുന്ന ദിവസങ്ങളിൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ കൊടുക്കുന്ന ഒരാളിന് തിരിച്ചു കിട്ടത്തില്ല എന്ന് മാത്രമല്ല കയ്യിലിരിക്കുന്നത് കൂടി നഷ്ടപ്പെടാം എന്നുള്ളതാണ്. അതുപോലെ വാങ്ങുന്ന ഒരാളിന് അത് തിരിച്ചു നൽകാൻ മിക്കവാറും സാധിക്കാതെ വരികയും അതിൻ്റെ പേരിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് മുഹൂർത്ത പദവിയിലെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ഈ ദിവസങ്ങളിലും തിഥി നോക്കുമ്പോൾ ദ്വിതീയ, തൃതീയ, പഞ്ചമി, ഷഷ്ടി, സപ്തമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി ഈ പക്കങ്ങളും, ചോതി, വിശാഖം, അവിട്ടം, ചതയം, രേവതി, കേട്ട, അശ്വതി, പുണർദം, അത്തം ഈ നക്ഷത്രങ്ങളും, മേടം, മകരം, വൃശ്ചികം, ചിങ്ങം, ധനു, കന്നി, മീനം, മിഥുനം ഈ രാശികളും കന്നുകാലികളെ ക്രയവിക്രയം ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രയവിക്രയം പണ്ട് കാലത്ത് ഒരു പക്ഷേ ആചരിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്വർണ്ണമൊന്നും ആയിരിക്കും, കന്നുകാലികളായിരിക്കും. കന്നുകാലികളെ ക്രയവിക്രയം, അതായത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസം എന്ന് പറയുന്നതിൽ തൃതീയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ചയും വരുന്നുണ്ട്. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ഈ ദിവസങ്ങളൊക്കെ നല്ലതാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉയർച്ച, പണ്ടത്തെ കാലത്ത് ഏറ്റവും വലിയ വരുമാന മാർഗവും പട്ടിണി ഇല്ലാതാക്കുന്നതിനും കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിച്ചു അവരുടെ എന്തോ ആവശ്യത്തിന് സ്വർണ്ണം എടുക്കാൻ പോകുന്നു, ബുധനാഴ്ച നല്ല ദിവസമാണ്. ചോദിച്ചത് പ്രായമുള്ള കക്ഷിയാണ്. ആ കക്ഷിക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ബുധനാഴ്ച ശനിയാഴ്ച ഒന്നും സ്വർണ്ണം എടുക്കാൻ പോകാൻ കൊള്ളത്തില്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം ചോദിച്ചത്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, ബുധനാഴ്ച അല്ലാതെ വേറൊരു ദിവസം നിങ്ങൾ, ബുധനും ശനി അല്ലാതെ വേറൊരു ദിവസം പോയി സ്വർണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം ഞാൻ അങ്ങോട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞു, വീട്ടിലെ മറ്റുള്ളവരെല്ലാം ബുധനാഴ്ച ഏറ്റവും നല്ല ദിവസമാണെന്ന് പറയുന്നു, ഏതോ വീഡിയോ കണ്ടിട്ടാണ് എന്ന്. അപ്പം എനിക്ക് അന്നേരം മനസ്സിലായി അതിൻ്റെ പിന്നിൽ കാര്യം ഇതായിരിക്കും എന്ന്. കാരണം നമ്മളെ ഒരുപാട് പുകഴ്ത്തിയാണല്ലോ ഓരോരുത്തർ ഈ വീഡിയോ ഇടുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതും ഇത് ഏത് വർഷമാണ് ഫോളോ ചെയ്യുന്നത്, അതായത് കൊല്ലവർഷമുണ്ട്, ശകവർഷമുണ്ട്, ക്രിസ്തുവർഷമുണ്ട്. നമ്മൾ സാധാരണ ആചരിച്ചു പോരുന്ന രീതികൾ ഇതനുസരിച്ച് ഏതാണ്, ഏത് മാസമാണ്, ഇപ്പോൾ ചൈത്രമാസം ഏതാണ്, പിന്നെ ആഷാഢമാസം ഏതാണ്,
വൈശാഖ മാസം ഏതാണ്, ശ്രാവണ മാസം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ആർക്കും അറിയാവുന്ന ഒരു സാധ്യതയില്ല. കാരണം ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമേ അല്ല. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് അത് ഒരു പരസ്യം എന്നതിനെ സംബന്ധിച്ച് അതിനപ്പുറം എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിച്ചത് കൊണ്ട് മഹാലക്ഷ്മി വീട്ടിൽ സ്വർണ്ണമഴ പെയ്യിക്കും എന്നൊന്നും പറയുന്നതിലെങ്കിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ ഗ്രാമ്പൂവോ കർപ്പൂരോ വീട്ടിൽ എടുത്തു വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ക്ലോക്ക് ഒന്ന് മാറ്റി വെച്ചതുകൊണ്ട് ദാരിദ്ര്യന്മാരെ സമ്പത്ത് വരും എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇതിലൊന്നും ശാസ്ത്രവുമായിട്ടൊന്നും വലിയ ബന്ധമുള്ള കാര്യങ്ങളുമല്ല. വേണമെങ്കിൽ ഫുങ്ഷോയോ അല്ലെങ്കിൽ മറ്റേതോ മറിച്ചതോ ഒക്കെ പറയുമായിരിക്കും. അതൊന്നും നമ്മുടെ രാജ്യത്തെ ശാസ്ത്രവുമായിട്ടോ നമ്മുടെ ഭൂപ്രകൃതിയുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് ചൈനക്കാരുടെ സാധനം. നമ്മുടേത് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതിനകത്തിൽ പറയുന്നത്. അത് മനുഷ്യാലയ ചന്ദ്രിക പോലെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് താനും. അതിലൊന്നും അന്നത്തെ കാലത്ത് ഈ ക്ലോക്ക് ഒന്നുമില്ല. വെറും ജലയന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് സമയം അറിയുന്നതിന് വേണ്ടി അന്നുണ്ടാക്കിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ ക്ലോക്കൊന്നും ഇതിനകത്തിൽ വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും ഒന്ന് വെച്ചെന്ന് വിചാരിച്ച് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ. പക്ഷേ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്പം ഈശ്വരവിശ്വാസമൊക്കെ വേണം. ഒരു പ്രാർത്ഥനയും ദൈവവിശ്വാസമൊക്കെ വേണം. കാരണം തെറ്റിലേക്കുള്ള പോക്കിനെ തടയുന്നതാണ്. ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ ഏത് മതവിശ്വാസികളായാലും. അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ തെറ്റിലേക്ക് പോകത്തില്ല. മറ്റൊരു കാര്യം, മനസ്സ് ശുദ്ധമായിട്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്ന് ചിന്തിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യം താനെ ഈശ്വരൻ തരും. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങ് സ്വർണ്ണമഴ പെയ്യത്തും ഐശ്വര്യം വന്നുകൂടത്തും സമ്പത്ത് കുമിഞ്ഞുകൂടത്തൊന്നുമില്ല. അങ്ങനെ ദിവസവും കോടീശ്വരന്മാരെ ഉണ്ടാക്കുന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കുന്നത് വേണമെന്ന് വരികിൽ ലോട്ടറി എടുത്താൽ ഒരു പക്ഷെ പറ്റിയേക്കും. അത് ഈ എത്ര കോടി ആൾക്കാരിൽ എത്ര പേർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.